നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഔദ്യോഗിക തലത്തിലും തൊഴിൽ മേഖലകളിലും വന്നു ചേരുമെങ്കിലും ഇവിടെയും വിദഗ്ധമായ നിർദ്ദേശം തേടുന്നതും ഉപദേശം തേടുന്നതും അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ ഉപകരിക്കും. പല പ്രകാരത്തിലും മുൻകോപം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും ആത്മനിയന്ത്രണം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. ഭാവിയിലുള്ള ഭവിഷ്യത്തിനെ ആലോചിച്ച് സാമ്പത്തിക വിഭാഗത്തു നിന്നും പിന്മാറുന്നത് ഗുണകരമായി തീരും. ദമ്പതികൾക്ക് വിശേഷിച്ചും വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായ ഔഷധ രീതി അവലംബിക്കുന്നത് വഴി ആരോഗ്യം വീണ്ടെടുക്കുവാനിടവരും. ചർച്ചകളിൽ അന്തിമമായി വിജയം കൈവരിക്കുവാനിടയുണ്ട്. വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടും. സഹോദര സുഹൃത്ത് സഹായ ഗുണത്താൽ മാനസിക സംഘർഷത്തിന് കുറവ് തോന്നുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുന്നതാണ്. പൊതുജനങ്ങളിൽ നിന്നും പല പ്രകാരത്തിലും അനിഷ്ടമായ പ്രതികരണങ്ങൾ വന്നു ചേരുമെങ്കിലും സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഉഷ്ണ ഉദരരോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. നമസ്കാരം.